തിരുവനന്തപുരം മാനവീയം വീതിയിൽ പോലീസിന് തലവേദന മാത്രം. മാനവീയം വീതിയിൽ വീണ്ടും സംഘർഷമുണ്ടാകുമ്പോൾ പോലീസുകാർക്കും പരിക്കേൽക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കാനെത്തിയ യുവാക്കളും പോലീസും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ ASI അടക്കമുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ ഈ മേഖലയിൽ പിടിമുറുക്കുന്നുണ്ട്. ക്രിസ്മസ് രാവിലെ ASI അടക്കമുള്ള പോലീസുകാർക്കാണ് പരിക്കേറ്റത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നൈറ്റ് ലൈഫ് ആരംഭിച്ചത് മുതൽ മാനവീയം വീതിയിൽ പലപ്പോഴായി സംഘർഷങ്ങൾ അരങ്ങേറുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ അർദ്ധരാത്രി 12:30 സംഘർഷം. 2 ആഴ്ച മുമ്പും തിരുവനന്തപുരം മാനവീയം വീതിയിൽ സംഘർഷം ഉണ്ടായിരുന്നു. അന്ന് 4 പേരെയാണ് മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സിഗരറ്റിന്റെ പുക മുഖത്തേക്ക് ഊതിവിട്ടതുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു. നൈറ്റ് ലൈഫ് ആരംഭിച്ചത് മുതൽ മാനവീയം വീതിയിൽ കൂട്ടത്തല്ലായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് ലഹരിയുടെ പിടിയിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു പലരും. ഇത് തലവേദനയായതോടെ പോലീസ് നിയന്ത്രണങ്ങളും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു. മൈക്ക് ഉപയോഗം 10 മണിയാക്കുകയും റോഡിന് 2 വശത്തും ബാരിക്കേഡ് വെച്ച് നിയന്ത്രിക്കുകയും ചെയ്തു. 11-ന് ശേഷം എല്ലാവരെയും ഒഴിപ്പിക്കാനും തീരുമാനിച്ചു. എന്നാൽ മാനവീയത്തിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ നഗരസഭയ്ക്കും CPM ജില്ലാ സെക്രട്ടറിക്കും പരാതി നൽകി. ഈ പരാതി പരിഗണിച്ച് മേയർ കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചിരുന്നു. മൈക്ക് ഉപയോഗം 11 വരെയാക്കി. 11-ന് ശേഷം പുലർച്ചെ 5 വരെ മൈക്കില്ലാതെ കലാപരിപാടി വയ്ക്കാനും അനുവദിച്ചിരുന്നു. എന്നാൽ ഇളവുകൾ നൈറ്റ് ലൈഫിൽ വീണ്ടും സംഘർഷമുണ്ടാക്കി. ലൈഫ് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ മാനവീയം വീതിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ സംഘർഷം പതിവാകുമെന്ന ആശങ്ക പോലീസിനുണ്ട്. ഞായറാഴ്ചകളിൽ ഗതാഗതം പൂർണ്ണമായി ഒഴിവാക്കി. സംഗീതത്തിനും നൃത്തത്തിനും മറ്റ് കലാപരിപാടികൾക്കും മാത്രമായി തുറന്നു നൽകും. പരീക്ഷണാടിസ്ഥാനത്തിൽ 24-ന് ഇതുവഴിയുള്ള വാഹനങ്ങൾ ഒഴിവാക്കിയിരുന്നു. നടത്തിപ്പിനുള്ള പണം കണ്ടെത്തുന്നതിനായി വിവിധ സേവനങ്ങൾക്ക് യൂസർ ഫീസ് ഏർപ്പെടുത്തും. മാനവീയം വീതിയിലെ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട പ്രവർത്തന മാർഗരേഖ SPOയുടെ കരട് പ്രകാരമാണ് ഈ തീരുമാനം. പകൽ വാഹനങ്ങളുടെ വേഗം 20 കിലോമീറ്റർ ആക്കും. പകൽ സമയം കലാപരിപാടികൾ നടക്കുമ്പോഴും ഗതാഗതം നിരോധിക്കും. മാനവീയം വീതിക്കായി ഒരുക്കുന്ന പോർട്ടൽ 28-ന് ഉദ്ഘാടനം ചെയ്യും. വീഡിയോ, ഫോട്ടോ ചിത്രീകരണങ്ങൾക്ക് അനുമതി തേടാനും ഫീസ് ഒടുക്കാനും സൗകര്യമുണ്ടാകും. ഓരോന്നിനും നിശ്ചിത നിരക്ക് ഏർപ്പെടുത്തും. പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും. വാണിജ്യപരമായ ആവശ്യങ്ങൾക്കും യൂസർ ഫീസ് ഒടുക്കി സ്ഥലം നൽകും. രാത്രി 7:30 മുതൽ രാവിലെ 5 വരെയാണ് പ്രവർത്തന സമയം. രാത്രി 11 വരെയാണ് കലാപരിപാടികൾക്കായി അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള പരിപാടികൾക്ക് ശബ്ദ നിയന്ത്രണം ഏർപ്പെടുത്തി. ട്രാഫിക് ബാരിക്കേഡുകൾ കലാപരമായി മനോഹരമാക്കും. ശൗചാലയങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവയുടെ മേൽനോട്ടത്തിനായി സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കും. വീതിയിൽ ഭക്ഷണശാല ഉൾപ്പെടെ തെരുവു കച്ചവടം അനുവദിക്കില്ല. വീതിയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി കോർപ്പറേഷൻ ഏറ്റെടുത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ വിപുലമാക്കും.